ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 28-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. എങ്കിൽ പിന്നെ അരുണിനെ ഒന്ന് പോയി കണ്ടുകൂടായിരുന്നോ? ആ സമയത്ത് പുറത്തു പറയാൻ പറ്റാത്ത ഏതെങ്കിലും ഇൻസിഡൻറ്റ് നടന്നിരുന്നോ എന്നറിയാലോ. പക്ഷെ ആരോടും പറയാനാവാത്തത് കൊണ്ട് ഒളിച്ചു വെച്ചതാകാം. അല്ല, പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്ന പ്രോഗ്രാമിന് ഒരാൺ അധ്യാപകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോബിൻ സംശയത്തോടെ നെറ്റി ചുളിച്ചു. നകുലൊരു ദീർഘശ്വാസത്തോടെ മറുപടി നൽകി. അല്ല സാറേ, ആ പ്രോഗ്രാമിന് 2 കന്യാസ്ത്രീകൾ കൂടി ഉണ്ടായിരുന്നു. ഞാൻ അവരുമായി സംസാരിച്ചിരുന്നു. അന്ന് കുട്ടികൾ താമസിച്ചിരുന്നത് സിസ്റ്റേഴ്സിനൊപ്പം കോൺവെൻറ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി അവരറിയാതെ പുറത്തു പോകാമെന്ന സാധ്യത അവിടെ നിലനിൽക്കുന്നില്ല. ഞാൻ ആ കാര്യം അവരോട് ചോദിച്ചപ്പോൾ അവരത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. നകുൽ ഒന്ന് നിർത്തി. നോട്ടം റോബിൻ്റെ കണ്ണുകളിലേക്ക് ഉറപ്പിച്ചു. സാറേ, സാറ് പറഞ്ഞ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. അതായത് മനു കണ്ട ആ കൈ വയ്യാത്ത മനുഷ്യൻ. അങ്ങനെ ഒരാളുണ്ട്. റോബിൻ്റെ മുഖത്തെ ഗൗരവം വർദ്ധിച്ചു. കുട്ടികളുമായി ഇത്രയധികം കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് താങ്കൾ അയാളെ അറസ്റ്റ് ചെയ്തില്ല? തന്നെയുമല്ല, മനു കണ്ടതാണല്ലോ അങ്ങനെ ഒരാളെ. അപ്പോൾ പിന്നെ സാക്ഷിമൊഴികളുമുണ്ട്. റോബിൻ കോപത്തോടെ ചോദിച്ചു. നകുൽ സാവധാനം തലയാട്ടി. ആ വ്യക്തിയാണ് ഞാൻ ഈ പറഞ്ഞ അരുൺ. അദ്ദേഹത്തിൻ്റെ ഒരു കൈ ആർട്ടിഫിഷ്യലാണ്. മുൻപ് എപ്പോഴും ഉണ്ടായ ആക്സിഡൻറ്റിൽ അയാളുടെ ഒരു കൈ നഷ്ടപ്പെട്ടിരുന്നു. റോബിൻ അല്പനേരം നിശബ്ദനായി. ആ വാർത്ത അയാളെ ഞെട്ടിച്ചു. എന്നാൽ നകുലിൻ്റെ അടുത്ത വാക്കുകൾ റോബിനെ കൂടുതൽ അമ്പരപ്പിച്ചു. പക്ഷെ സാറേ, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞ് മരിക്കുന്ന സമയത്ത് അയാൾ ഇവിടെയില്ല. ആ പ്രോഗ്രാമിന് ശേഷം ഏകദേശം 15 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്കൊപ്പം ജർമ്മനിയിലെ ന്യൂറൻബർഗിൽ താമസമാക്കി. പിന്നെങ്ങനെ? നകുൽ നിസ്സഹായതയോടെ ചോദിച്ചു. റോബിൻ തൻ്റെ കസേരയിൽ പിന്നിലേക്ക് ചാരിയിരുന്നു. ജർമ്മനിയിലെ ന്യൂറൻബർഗ്? ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള ഒരാൾ എങ്ങനെയാണ് ഇവിടെയുള്ളൊരു പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയാകുന്നത്? അതോ അരുൺ വെറുമൊരു നിഴൽ മാത്രമാണോ? റോബിൻ തൻ്റെ കസേരയിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്ന് മേശപ്പുറത്തെ പേപ്പർ വെയിറ്റ് അസ്വസ്ഥതയോടെ കയ്യിലെടുത്ത് തിരിച്ചു. അതുതന്നെയാണ് പ്രശ്നം നകുൽ. എല്ലാം കൃത്യമായ പ്ലാനിങ്ങോടെയാണ് നടക്കുന്നത്. ഒരു അധ്യാപകൻ, ഒരു ആക്സിഡൻറ്റ്, പിന്നെ ഒരു സുരക്ഷിത താവളത്തിലേക്ക് കൂടുമാറ്റം. ഇതെല്ലാം കാണുമ്പോൾ തോന്നുന്നത് ഇതൊരു വ്യക്തമായ ആസൂത്രണത്തിൻ്റെ ഭാഗമാണെന്നാണ്. അവൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ആരാണ് അവൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത്? അവനിവിടെ ബാക്കി വെച്ചുപോയ ആ കൈ ആരുടേതാണ്? റോബിൻ നകുലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അരുൺ പോയത് ശരി, പക്ഷേ അവൻ്റെ പേരിൽ സ്കൂളിൽ ആരെങ്കിലും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ? ആ പ്രോഗ്രാമിന് കൂടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകളെപ്പറ്റി നീ പറഞ്ഞല്ലോ. അതിൽ ആർക്കെങ്കിലും ഈ സംഭവങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് താൻ അന്വേഷിച്ചോ? അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് പോയ കുട്ടികളിൽ മറ്റാരെങ്കിലും അപകടത്തിലാണോ? നകുലൊരു ദീർഘശ്വാസത്തോടെ തലയാട്ടി. അതൊക്കെ ഞാൻ പരിശോധിച്ചു സാറേ. പക്ഷേ അവിടുന്ന് ഒന്നും കിട്ടിയില്ല. എല്ലാ കാര്യങ്ങളും അതീവ രഹസ്യമായാണ് നടക്കുന്നത്. ഈ കേസിൽ എന്തോ ഒരു കറുത്ത കരമുണ്ട് എന്ന് എനിക്കും തോന്നുന്നുണ്ട്. അരുൺ വെറും ഒരു മുഖംമൂടി മാത്രമായിരിക്കാം. റോബിൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ജനാലയ്ക്കൽ പോയി നിന്നു. പുറത്ത് മഴ ചാറി തുടങ്ങിയിരുന്നു. നകുൽ, ഒരു കാര്യം കൂടി. അരുണിൻ്റെ പാസ്പോർട്ടും വിസ വിവരങ്ങളും ശേഖരിക്കണം. അയാൾ ജർമ്മനിയിലേക്ക് പോയതിന് ശേഷം അവിടെ നിന്ന് കുടുംബാംഗങ്ങളല്ലാത്ത ആരെയെങ്കിലും കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. ചിലപ്പോൾ അവൻ അവിടെ ഇരുന്ന് നാട്ടിലുള്ള ആരെയെങ്കിലും കൊണ്ട് അവൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതായിരിക്കാം. അദ്ദേഹം ഒന്ന് നിർത്തി കണ്ണുകൾ ചുരുക്കി തുടർന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് ചുറ്റും നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. ഒരു പോയിന്റും വിട്ടുപോകരുത്. ഇനി ഇതുപോലൊരു സംഭവം നമുക്ക് ചുറ്റും ആവർത്തിക്കാൻ പാടില്ല. നകുൽ എഴുന്നേറ്റ് നിന്ന് റോബിനെ സല്യൂട്ട് ചെയ്തു. തീർച്ചയായും സാറേ, ഞാനത് ഉടനെ തന്നെ ചെയ്യാം. പക്ഷേ എനിക്കിപ്പോഴും സംശയം ആ കൈ വയ്യാത്ത മനുഷ്യനെയാണ്. അരുൺ അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കണ്ട ആൾ ആരായിരുന്നു? റോബിൻ്റെ മുഖത്ത് ഗൗരവമേറിയൊരു ഭാവം തെളിഞ്ഞു. ചിലപ്പോൾ അരുണിന് പകരക്കാരനായി മറ്റൊരാൾ ഇവിടെ ഉണ്ടാവണം. നമ്മൾ കണ്ടതിനേക്കാൾ വലിയൊരു കെണിയിലാണ് ഈ കുഞ്ഞുങ്ങൾ പെട്ടുപോയിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും അയാളെ ചോദ്യം ചെയ്യേണ്ടിയിരുന്നു. അയാൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിലോ? റോബിൻ കടുപ്പിച്ച് ചോദിച്ചു. നകുൽ നിരാശയോടെ തലയാട്ടി. ഞാൻ അയാളുമായി സംസാരിച്ചിരുന്നു സാറേ. ആ കുട്ടിയെ അറിയാമെന്നതിലുപരി അവളുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് അയാൾ പറയുന്നത്. ബാക്കിയുള്ള അധ്യാപകർക്കും അയാളെപ്പറ്റി നല്ല അഭിപ്രായം തന്നെയാണ്.
പിന്നെ കുഞ്ഞ് മരിക്കുന്ന ദിവസം അയാൾ ജർമ്മനിയിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോഗ്രാഫ് എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ അയാളെ സംശയിക്കുന്നെന്ന് തോന്നിയപ്പോൾ അയാൾ തന്നെ അയച്ചു തന്നതാണത്. മറ്റ് 2 കേസ് പോലെയും ഇതും ദുരൂഹമാണ് സാർ. മുന്നോട്ട് എങ്ങനെ സഞ്ചരിക്കണം എന്ന് പോലും അറിയില്ല. അത് പറയുമ്പോൾ നകുലിന് സ്വയം ലജ്ജ തോന്നി. റോബിൻ അല്പനേരം മൗനിയായിരുന്ന ശേഷം ആലോചനയോടെ ചോദിച്ചു, കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിച്ചിരുന്നോ? അവരെന്താ പറഞ്ഞേ? അവർക്കെന്താ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറയുന്നത്? നകുൽ ഒരു ദീർഘശ്വാസത്തോടെ പറഞ്ഞു, ആദ്യത്തെ കേസിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സാർ. ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു മകൾ. അവളുടെ മരണത്തിൽ ഇങ്ങനെയൊരു ലജ്ജാകരമായ കാര്യം കണ്ടെത്തിയപ്പോൾ അതിനെ അംഗീകരിക്കാൻ ആ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല. കേസുമായി മുന്നോട്ട് പോയാൽ മരിച്ച മകളുടെ പേര് ചീത്തയാകുമെന്ന ചിന്തയാണ് അവർക്ക്. ലോകം ഇങ്ങനെ ആയിപ്പോയല്ലോ സാർ. നമ്മൾ എന്തു ചെയ്യും? റോബിൻ അസ്വസ്ഥതയോടെ തൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നകുൽ, ലോകം എന്ത് ചിന്തിക്കും എന്നതല്ല നമ്മൾ നോക്കേണ്ടത്. സത്യം പുറത്തു കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ജോലി. ലജ്ജ പേടിച്ച് മൗനം പാലിക്കുന്ന ഓരോ മാതാപിതാക്കളും അറിഞ്ഞുകൊണ്ട് ഇത്തരം ക്രിമിനലുകൾക്ക് വളം വെച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു കുട്ടി കൂടി ഇതിൻ്റെ ഇരയാകാതിരിക്കാൻ നമ്മൾ ഈ മൗനത്തിൻ്റെ ചുവരുകൾ തകർക്കണം. ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അയാൾ തുടർന്നു. എടോ, ആ കുട്ടിക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ആ കുഞ്ഞിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും വഴിമാറിയത്? നമ്മുടെ മാനസയെ പോലെ തന്നെ അവളും. റോബിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നകുലിൻ്റെ ഹൃദയത്തിൽ ഒരു തീമഴ പെയ്തതുപോലെ തോന്നി. സ്വന്തം അനുജത്തിയുടെ ഘാതകരെ പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു പോലീസ് ഓഫീസർ, എന്തിനീ ജീവിതം? അയാൾ മനസ്സിൽ സ്വയം പഴിച്ചു. നീ ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ച് പറയാമോ? എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ എന്ന് ഓർത്ത് ചോദിക്കുന്നതാ. റോബിൻ വീണ്ടും കേസിലേക്ക് തിരിച്ചു വന്നു. നകുൽ മറുപടി പറഞ്ഞു. മിന്നുമോൾ, അവൾ ഒത്തിരി സംസാരിക്കുന്ന പ്രകൃതമൊന്നുമല്ല. എല്ലാം ഒരു പുഞ്ചിരിയിൽ ഒതുക്കുന്ന പാവം കുട്ടി. അന്നത്തെ ആ സ്റ്റഡി ടൂറിന് പോയിട്ട് വന്നതിന് ശേഷമാണ് ആ കുട്ടിയിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. റൂമിൽ തന്നെ അടച്ചിട്ട് ഒരേ ഇരിപ്പ്, എല്ലാത്തിനോടും വല്ലാത്ത ഭയം, അങ്ങനെയൊക്കെ. ഇത്രയൊക്കെ ആയിട്ടും അവരൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്താടോ ഈ മാതാപിതാക്കളൊക്കെ ഇങ്ങനെ? റോബിൻ ആലോചനയോടെ ചോദിച്ചു. സർ, അവരൊന്നും ചെയ്തില്ല എന്ന് പറയാനാകില്ല. അവർ കുഞ്ഞിനെ ഒരു സൈക്കോളജി കൺസൾട്ടേഷന് വേണ്ടി കൊണ്ടുപോയിരുന്നു. ഡോക്ടർ വിനയചന്ദ്രൻ എന്നൊരാൾ. എന്നിട്ട് അയാൾ എവിടെ? അയാളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങളും മറ്റും കിട്ടിയോ? അവിടെയാണ് കൂടുതൽ പ്രശ്നം സാറേ. കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് ആ സ്ഥലത്ത് പോയിരുന്നു. എറണാകുളം കച്ചേരിപ്പടിയിലാണത്. പക്ഷെ ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചിട്ടും അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ പറ്റി ആർക്കും അറിവൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പരിസരത്തുള്ളവർക്ക് ആർക്കും ഇയാളെപ്പറ്റി ഒരു വിവരവും അറിയില്ല. നകുൽ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. ഒരു നമ്പർ പോലും ഇല്ലെന്നാണോ? പിന്നെ അവരെങ്ങനെ സൈക്കോളജിസ്റ്റിനെ കോൺടാക്റ്റ് ചെയ്തു? സാറേ, നമ്മുടെ നാട്ടിലെ യാഥാസ്ഥിതിക മാതാപിതാക്കളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല മിന്നുമോളുടെ മാതാപിതാക്കളും. സൈക്കോളജിസ്റ്റിനെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് വലിയ അപമാനമായി തോന്നി. അതുകൊണ്ടായിരിക്കുമല്ലോ തൊട്ടടുത്ത പഴങ്ങനാട് ആശുപത്രി ഉപേക്ഷിച്ച് അവർ എറണാകുളത്തേക്ക് പോയത്. പിന്നെ വിനയചന്ദ്രൻ എന്ന ആളെ അവർ കണ്ടെത്തിയത് ഇൻ്റർനെറ്റിലെ സൈറ്റ് വഴിയാണ്. അവിടെ നിന്നും കിട്ടിയ നമ്പറിൽ വിളിച്ചു. ഫോണിൽ തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടാണ് അവർ അവിടേക്ക് പോയത്. എന്നിട്ട് താൻ അയാളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലേ? എൻ്റെ സാറേ, അവിടെയും പ്രശ്നമാണ്. ആ നമ്പർ ഒരു പഴയ BSNL നമ്പറാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആലുവയിലുള്ളൊരു പോലീസ് ഓഫീസർ ഉപയോഗിച്ചിരുന്നതാണ് ആ നമ്പർ. അയാൾ മരിച്ചിട്ട് തന്നെ 4 വർഷമാകുന്നു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.